Good afternoon, everyone. Welcome to the new session. ഇതൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിന്റെ പേര് പെഡഗോഗിക്കൽ അനാലിസിസ്. നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യും ഇത്. ഓക്കെ, സോ വാട്ട് ഈസ് പെഡഗോഗി, വാട്ട് ഈസ് പെഡഗോഗിക്കൽ അനാലിസിസ്? എങ്ങനെയാണ് ഇത്? ഈ ഒരു പെഡഗോഗി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ടീച്ചിങ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു കോണ്ടന്റ് ടീച്ച് ചെയ്യേണ്ടത്, നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ കണ്ടന്റ് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കുട്ടികളിലോട്ട് എത്തിക്കാം എന്നിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലേണിംഗ് ഔട്ട്കം എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, എങ്ങനെ ടീച്ചേഴ്സ് ഗൈഡ് ചെയ്യണം, ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ. Education is a conscious effort to change behavior through communication and knowledge. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലേണിംഗ് പ്രോസസ്സ് മാത്രമല്ല അല്ലെ. നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നമ്മൾ സ്റ്റുഡന്റ് ടീച്ചർ തമ്മിൽ നടക്കണം, നോളേജ് നടക്കണം അല്ലെ, ലേണിംഗ് നടക്കണം. ഇതിനെല്ലാം പുറമെ നല്ലൊരു ബിഹേവിയർ സെറ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എഡ്യൂക്കേഷനിലൂടെ. ടീച്ചിങ് ഹെൽപ്പ് ചിൽഡ്രൻ ലേൺ നോളേജ്, സ്കിൽ ആൻഡ് അഡ്ജസ്റ്റ് ടു സൊസൈറ്റി. നമ്മുടെ ടീച്ചിങ് മെത്തേഡിലൂടെ നമുക്ക് നോളേജ് കൊടുക്കാൻ സാധിക്കണം അല്ലെ, നോളേജ് കൊടുക്കണം. അതുപോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയണം. അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിക്കണം. കുട്ടികളെ എല്ലാ തരത്തിലും സൊസൈറ്റിനോടും നമ്മുടെ എൻവയോൺമെന്റിനോടും അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ എല്ലാം നമുക്ക് ടീച്ചേഴ്സിന് ടീച്ചിങ്ങിലൂടെ സാധിക്കും. ആൻഡ് വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് ടീച്ചിങ്? എന്തൊക്കെയാണ് ടീച്ചിങ്ങിലെ കീ എലമെന്റ്സ് എന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടുള്ള എലമെന്റ്സ്. ഫസ്റ്റ് വൺ, നീഡ്. എന്താണോ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെ. ഡയറക്ഷൻ, നല്ലൊരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കണം. നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഡയറക്ഷൻ എല്ലായ്പ്പോഴും നമുക്ക് കൊടുക്കേണ്ടി വരും. ഗൈഡൻസ്. ഗൈഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ഗൈഡ് ചെയ്യണം, എവ്രി ഡേ ഗൈഡ് ചെയ്യാൻ സാധിക്കണം. എൻകറേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. എൻകറേജ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻകറേജ് ചെയ്യാൻ, അവരെ പ്രൈസ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. ഇൻ കേസ് അവരെന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അതിൽ നിന്നും അവരെ റിക്കവറി ചെയ്യാൻ വേണ്ടി ഗൈഡൻസിലൂടെ നമുക്കേ സാധിക്കുകയുള്ളൂ അവർ നല്ല വഴിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ടീച്ചിങ് ഇൻവോൾവ്സ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ആക്ട്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വെർബൽ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മുടെ സംസാര രീതിയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാം ചെയ്യുന്നതിനെയാണ് വെർബൽ ആക്ട് എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ടോക്കിംഗ്, സംസാരിക്കാതെ തന്നെ നമ്മുടെ ഒരു ജെസ്റ്റർ, നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യത്തിന്റെയും, വെർബൽ ആക്ട് ആൻഡ് നോൺ വെർബൽ ആക്ടിന്റെ ഒരു ഇൻവോൾവ്മെന്റ് രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, what is a paradigm shift from pedagogy to andragogy to heutagogy? What is this concept and stages? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇതില് ഒരുപാട് ന്യൂ ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് പെഡഗോഗി, വാട്ട് ഈസ് ആൻഡ്രഗോഗി ആൻഡ് വാട്ട് ഈസ് ഹ്യൂട്ടഗോഗി. ഈ 3 കൺസെപ്റ്റും എന്താണ്, ഇതിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ, പെഡഗോഗി. പെഡഗോഗി ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ടീച്ചിങ് യൂസിങ് വേരിയസ് സ്ട്രാറ്റജീസ്. പെഡഗോഗി എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. ഒരു ടീച്ചിങ്ങിലെ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് എന്താ? സയൻസ് എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെ. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ആർട്ട് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, നമുക്കൊരു 1-to-1 അറ്റൻഷൻ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ആർട്ടിൽ വരുന്നത്. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ് അല്ലെ. ഇറ്റ് കമ്പൈൻസ് ഡിഫറെന്റ് സ്റ്റൈൽസ് ടു സ്യൂട്ട് സ്റ്റുഡൻസ് നീഡ്സ്. നമ്മളൊരു ടീച്ചിങ് എന്ന് പറയുമ്പോൾ
ഒരിക്കലും ഒരു ടീച്ചർ ഒരു സ്റ്റൈല് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ഡിഫറെന്റ് സ്റ്റൈൽസ് യൂസ് ചെയ്യേണ്ടി വരും. ക്ലാസ് റൂമിൽ നമ്മളെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ പല തരത്തിലുള്ള കുട്ടികളാണ്, പല കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആവശ്യം എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്റ്റൈൽസ് ടീച്ചേഴ്സിന് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ലേണിംഗ് ആയിരിക്കും ചില കുട്ടികൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. പിയർ ലേണിംഗ്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നതിലൂടെ ആയിരിക്കും ചില കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലെ. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, നമ്മൾ ജസ്റ്റ് ലെക്ചറിങ് അല്ലാതെ തന്നെ പല പ്രോബ്ലംസും കുട്ടികളുടെ മുന്നിൽ ഇടുമ്പോൾ അതിൽ നിന്നും എങ്ങനെയൊക്കെ പലതരത്തിലുള്ള ലേണിംഗ് സംഭവിക്കാം. സോ കുട്ടികളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആൻഡ് സ്റ്റൈൽസ് ടീച്ചിങ്ങിൽ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കണം. സോ പെഡഗോഗി ഫോക്കസ് ഓൺ ഇംഗ്ലീഷ് ടീച്ചിങ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് ടീച്ചിങ്ങിലൊക്കെയാണ് പെഡഗോഗി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ പെഡഗോഗി എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള മെത്തേഡാണ്. ടീച്ചേഴ്സിനായിരിക്കും ഓവറോൾ അവിടെ ഒരു ലീഡിംഗ് റോൾ അല്ലെങ്കിൽ പവർ ഉണ്ടായിരിക്കുക. Okay, so next one, what is andragogy? Andragogy means theory focused on adult learning. Learners are self-directed and aim for ട്രാൻസ്ഫോർമേഷൻ. ആൻഡ്രഗോഗി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കുട്ടികളിൽ നിന്നും മാറി കുറച്ച് അഡൾട്ട് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്ന കേസ് ആണ് ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. ഈ ആൻഡ്രഗോഗി എന്ന് പറയുന്ന കൺസെപ്റ്റില് ഇവിടെ ലേണേഴ്സ് കുറച്ചും കൂടെ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. അവർ തന്നെ ആയിരിക്കും, ലേണേഴ്സ് തന്നെ ആയിരിക്കും ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവരുടെ പഠിത്തം ബാക്കി കാര്യങ്ങളെല്ലാം അത് പ്ലാൻ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം സെൽഫ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദിസ് ആൻഡ്രഗോഗി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാൽക്കോം നോൾസ് ഇൻ 1973. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നും ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നും ഉള്ളത് നോക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ആൻഡ് വാട്ട് ആർ ദ ഗോൾസ്? ഇവിടെ സെൽഫ് ഡയറക്ഷൻ അല്ലെ, സെൽഫ് ആയിട്ട് ലേണർക്ക് തന്നെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഇന്ന വഴിയിലൂടെയൊക്കെയാണ് പോകേണ്ടത്. ടീച്ചേഴ്സിന് അവിടെ വലിയൊരു ലീഡ് റോൾ ഉണ്ടായിരിക്കില്ല, ലേണേഴ്സ് തന്നെയാണ് ലീഡിംഗ് റോൾ എടുക്കുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ലേണിംഗ്, അതായത് നമുക്ക് എപ്പോഴും ഒരു ലേണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം അല്ലെ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഒരു ലേണിംഗ് ആയിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിൽ ലേണിംഗിലൂടെ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷനിലോട്ട് എത്താൻ സാധിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻഡ്രഗോഗി ബേസ്ഡ് ഓൺ അഡൾട്ട് ലേണിംഗ്. ഇനി ആൻഡ്രഗോഗിക്കും 5 കീ അസംഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇവിടെ അഡൾട്ട്സ് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് ഡയറക്റ്റഡ്, അതായത് ഇവിടെ ലേണേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അവർ മറ്റുള്ളവരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കില്ല, സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അഡൾട്ട്സ് ഹാവ് എ ഗ്രോയിങ് റിസർവോയർ ഓഫ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ ഓൾറെഡി സെൽഫ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലെ. അത് എന്താ പറയുക, ഒരു ഗ്രോയിങ് സ്റ്റേജിൽ എത്തുന്തോറും എക്സ്പീരിയൻസിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. അഡൾട്ട്സ് പ്രിഫർ ലേണിംഗ് ദാറ്റ് ഇസ് യൂസ്ഫുൾ ടു ലൈഫ് പ്രോബ്ലംസ്. ഇവിടെ ലേണേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നേരിടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ്, അല്ലെങ്കിൽ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് അഡൾട്ട് ലേണിംഗിൽ ഈ ആൻഡ്രഗോഗിയിൽ ഉദ്ദേശിക്കുന്നത്. അഡൾട്ട്സ് ആർ മോർ പ്രോബ്ലം സെന്റേർഡ് ദാൻ സബ്ജക്ട് സെന്റേർഡ്. നമ്മളൊരു സ്പെസിഫിക് സബ്ജക്ട് ഇങ്ങനെ പഠിച്ചു പോവുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നും മാറി മോർ പ്രോബ്ലം സെന്റേർഡ് ആയിരിക്കും ഇവിടെ ലേണേഴ്സ് കേട്ടോ. അതായത് പല പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്ന് പറയൂല്ലേ, എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് എന്ന് പറയും, അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അഡൾട്ട്സ് ആർ ഇന്റേണലി മോട്ടിവേറ്റഡ് ടു ലേൺ. ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, സെൽഫ് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ലേണേഴ്സ് തന്നെയായിരിക്കും ആൻഡ്രഗോഗിയിൽ. പക്ഷെ പെഡഗോഗി അങ്ങനെ ആയിരുന്നില്ല, ടീച്ചർ സെൻട്രിക് ലേണിംഗ് ആണ് പെഡഗോഗിയിൽ സംഭവിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഹ്യൂട്ടഗോഗി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോയിൻഡ് ബൈ സ്റ്റുവാർട്ട് ഹെയ്സ് ആൻഡ് ക്രിസ് കെന്യോൺ. ഫോക്കസസ് ഓൺ സെൽഫ് ഡിറ്റർമൈൻഡ് ലേണിംഗ്. ഒരു നമ്മൾ ആൻഡ്രഗോഗി പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഹ്യൂട്ടഗോഗിയിൽ നടക്കുന്നത്. ലേണർ ഡിസൈഡ്സ് വാട്ട് ഹൗ ടു ലേൺ. നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ലേണേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. പ്രൊമോട്ട്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്വസ്റ്റനിങ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്.
നമ്മുടെ ഈ ലേണർ സെൻട്രിക് ആവുമ്പോൾ എന്താണെന്നറിയോ, ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ പ്രൊമോട്ട് ചെയ്യും. കാരണം നമ്മൾ തന്നെയാണ് ഇതെന്താണ്, ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെ ഉള്ളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യും. ക്വസ്റ്റ്യനിങ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇത്തരം ആളുകൾക്ക്. ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഈ ഹ്യൂട്ടഗോഗി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ലേണർ ബിക്കംസ് ഹൈലി ഓട്ടോണമസ്. ഹൈലി ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രീഡം ലേണർക്ക് തന്നെയാണ്. അവിടെ വേറെ ആരും ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് കാണിക്കാനോ ഒന്നും ഉണ്ടായിരിക്കില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രീഡം ലേണറുടെ കയ്യിലായിരിക്കും, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു ഷിഫ്റ്റ്, ഈ പെഡഗോഗിന്ന് ആൻഡ്രഗോഗിന്ന് ഹ്യൂട്ടഗോഗിയിലോട്ടുള്ള ഈ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷൻ എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇനി നോക്കാം കേട്ടോ. സോ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് കറക്റ്റ് ആയിട്ട് കാണാം. പെഡഗോഗി വാസ് ടീച്ചർ കൺട്രോൾഡ് ടു ആൻഡ്രഗോഗി, ലേണർ ഇൻവോൾവ്മെന്റ് ഉള്ളതാണ് ആൻഡ്രഗോഗി, ടു ലേണർ കൺട്രോൾ, കംപ്ലീറ്റ്ലി ലേണർ കൺട്രോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂട്ടഗോഗി എന്ന് പറയുന്നത്. ഈ ഹ്യൂട്ടഗോഗി എന്ന് പറയുന്നത് സപ്പോർട്ട്സ് ഫ്ലെക്സിബിലിറ്റി, ലേണർ ചോയ്സ് ആൻഡ് ഡീപ്പർ ലേണിംഗ്. ഹ്യൂട്ടഗോഗിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, കംപ്ലീറ്റ്ലി സ്റ്റുഡന്റ് സെന്റേർഡ് അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെ. നമ്മുടെ ആവശ്യാനുസരണം എപ്പോ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലേണർ ചോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ പഠിക്കാം. ഡീപ്പർ ലേണിംഗ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ നീഡ് അനുസരിച്ചിട്ടുള്ള ലേണിംഗ് ആവുമ്പോൾ എന്താണെന്നറിയോ, ഡീപ്പർ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഉണ്ടാവും അല്ലെ. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഈ കൺസെപ്റ്റില് ഡീപ്പർ ആയിട്ട് അറിയണം ഒരുപാട് കാര്യങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും ലേണർ സെൻട്രിക് ആവുമ്പോൾ. ലേണേഴ്സ് ബിക്കം സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ലേണിംഗ്. നമ്മുടെ പഠനത്തിൽ നമുക്ക് തന്നെയാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെ, നമ്മൾ തന്നെയാണ് സെൽഫ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും ഈ ഒരു കൺസെപ്റ്റില് ലേണേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ഓഫ് പെഡഗോഗി, ആൻഡ്രഗോഗി ആൻഡ് ഹ്യൂട്ടഗോഗി. ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. ഫസ്റ്റ് വൺ പെഡഗോഗി, അതായത് ചൈൽഡ് ലേണിംഗ് അല്ലെ, നമ്മൾ പഠിപ്പിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇവിടെ ലേണേഴ്സ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ടീച്ചേഴ്സ്. എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ഡയറക്റ്റ് ചെയ്യും, ലേണേഴ്സ് അത് പഠിക്കും എന്നുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് റീസൺ ഇസ് ലേൺ വാട്ട് ഇസ് ടോൾഡ് ടു ലേൺ. ഇവിടെ എന്താണെന്നറിയോ, ടീച്ചേഴ്സിന് അറിയാം എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കും. കുട്ടികൾ ടീച്ചേഴ്സ് പറയുന്നത് എന്താണോ കേൾക്കുന്നത് അത് അവർ ഉള്ളിലോട്ട് എടുക്കും. കുട്ടികൾക്ക് സ്വയം ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും ഇവിടെ ഇല്ല. ഫോക്കസ് എന്ന് പറയുന്നത് സബ്ജക്ട് ബേസ്ഡ് ആണ്, ടീച്ചർ സെന്റേർഡ് ആണ്. ഇവിടെ സബ്ജക്ട്സ് പഠിപ്പിച്ച് തീർക്കുക അല്ലെങ്കിൽ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനാണ് കംപ്ലീറ്റ് റോള്. അവര് വരുന്നു, സബ്ജക്ട് പഠിപ്പിക്കുന്നു, പോകുന്നു. കുട്ടികൾക്ക് ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ് ഇസ് പെഡഗോഗി. റിസോഴ്സസ്, ടീച്ചർ പ്രൊവൈഡ്സ് നോളേജ്. ഇവിടെ കുട്ടികളാണ് അല്ലെ നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൺ സെക്കൻഡ്. ഓക്കെ, നമ്മളിവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ആയിരിക്കും റിസോഴ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുക. കൺട്രോൾ, ടീച്ചർ ഡിസൈഡ്സ് വാട്ട് ഓർ ഹൗ ടു ലേൺ. എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോ പഠിക്കണം എന്നുള്ള കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് പവർ ഇവിടെ ടീച്ചേഴ്സിന്റെ സൈഡിലാണ് കേട്ടോ. കുട്ടികൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിനോട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അവർ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്താ പറയാ അതുപോലെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, പ്രിസ്ക്രൈബ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് ബൈ ടീച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോട്ടിവേഷൻ കംസ് ഫ്രം റിവാർഡ്സ്, ഗ്രേഡ്സ് ആൻഡ് കോമ്പറ്റീഷൻ. ഈ ഒരു പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റില് കുട്ടികൾക്ക് എങ്ങനെയാണ് മോട്ടിവേഷൻ ലഭിക്കുക? ടീച്ചേഴ്സ് നൽകുന്ന റിവാർഡ്സ്, അതുപോലെ തന്നെ ഗ്രേഡിംഗ് അല്ലെ, ABC എന്ന് പറയുന്ന ഗ്രേഡിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ കോമ്പറ്റീഷനിലൂടെ ഒക്കെയാണ് ഇവിടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നത് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന്. നെക്സ്റ്റ്, ആൻഡ്രഗോഗി. നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡൾട്ട് ലേണിംഗ് ആണ് അല്ലെ ആൻഡ്രഗോഗി എന്ന് പറയുന്നത്. ഇവിടെ ലേണേഴ്സ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. അവരുടെ കാര്യങ്ങളും അവരുടെ ലേണിംഗ് സ്റ്റൈൽസും എങ്ങനെ, ഹൗ ടു ലേൺ, വെൻ ടു ലേൺ, വാട്ട് ടു ലേൺ എല്ലാം അഡൾട്ട് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ആണ്, നീഡ് സെന്റേർഡ് ആണ്. എന്താണോ ഒരു പ്രോബ്ലം അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആവശ്യം അനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഈ ഒരു ആൻഡ്രഗോഗിയിൽ വരുന്നത്.
റിസോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞു പ്രോബ്ലം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്, പ്ലസ് റിസോഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി കൺട്രോൾ എന്ന് പറയുന്ന ലേണേഴ്സ് പ്ലാൻ ദെയർ ഓൺ ലേണിംഗ്. ഈ ആൻഡ്രോഗോഗി അതുപോലെ തന്നെ ഹ്യൂട്ടഗോഗിയിൽ കംപ്ലീറ്റ് കൺട്രോൾ ഗോസ് ടു ലേണേഴ്സ്. അവിടെ ടീച്ചേഴ്സിനല്ല, ടീച്ചേഴ്സിന് ജസ്റ്റ് എൻകറേജ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഡിസ്കഷൻസോ കൊളാബറേഷൻസോ ഒക്കെ നടക്കുകയാണെങ്കിൽ അത് എൻകറേജ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളത് അഷ്യൂർ ചെയ്യുക മാത്രമാണ് ഫെസിലിറ്റേറ്റേഴ്സിന്റെ റോള്. ബാക്കി കംപ്ലീറ്റ് പവർ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ലേണേഴ്സിന്റെ കയ്യിലാണ് കേട്ടോ. നെക്സ്റ്റ് ഹ്യൂട്ടഗോഗി നമ്മൾ ഓൾറെഡി പറഞ്ഞു, കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോണമസ് ആയിരിക്കും, ഫുൾ ഫ്രീഡം ഗോസ് ടു ലേണേഴ്സ്. നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും നമ്മുടെ ഇന്നോവേഷൻസിനും വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കംപ്ലീറ്റ്ലി ലേണർ സെന്റേർഡ് ആണ്. വി ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് എന്താണോ പഠിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള വേരിയസ് റിസോഴ്സസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. Control, learners manage their own learning. The learners will have the complete responsibility of learning. Curriculum എന്താണെന്നറിയാം, ഹ്യൂട്ടഗോഗി എന്ന് പറഞ്ഞ കൺസെപ്റ്റില് കരിക്കുലം കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആയിരിക്കും. ലേണറുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള കരിക്കുലം ആണ് ഉണ്ടായിരിക്കുക, ആവശ്യം അനുസരണം. അല്ലാതെ ഓൾറെഡി ഒരു റിജിഡ് കരിക്കുലം സെറ്റ് ചെയ്തിട്ട് ഇതെന്നെ പഠിക്കണം എന്നുള്ളതല്ല. നീഡ് എന്താണോ, ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള കരിക്കുലത്തില് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും, മാറ്റങ്ങളും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ടീച്ചർ കംപ്ലീറ്റ്ലി ഒരു ഗൈഡ് ആയിരിക്കും. സപ്പോർട്ട് ലേണർ ചോയ്സ് ആൻഡ് റിഫ്ലക്ഷൻ. നമ്മൾ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്ന ഒരു ഗൈഡിങ് റോള് മാത്രമാണ്. ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഹ്യൂട്ടഗോഗിയിൽ ടീച്ചേഴ്സിന്റെ റോള്. സോ ഐ ഹോപ്പ് ഓരോ കൺസെപ്റ്റിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു പെഡഗോഗി ടു ഹ്യൂട്ടഗോഗിയിലോട്ടുള്ള ഒരു എവല്യൂഷൻ എത്രത്തോളം മാറ്റം സംഭവിച്ചു എന്നുള്ളത് കേട്ടോ. സോ പെഡഗോഗി ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽപ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഫോക്കസസ് ഓൺ അപ്ലൈയിങ് പെഡഗോഗി ഇൻ പ്രാക്ടീസ്. അതായത് നമ്മളൊരു ടീച്ചിങ്, ഒരു കംപ്ലീറ്റ് ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ആണ്. ഷെയറിംഗ് ആൻഡ് വർക്കിംഗ് വിത്ത് അതേഴ്സ്, ഫോക്കസസ് ഓൺ ഹൗ കണ്ടന്റ് ഇസ് ഡെലിവേർഡ് ടു സ്റ്റുഡൻസ്, ടീച്ചർ കൺട്രോൾസ് ലേണിംഗ്, പ്ലാനിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, emphasize structured knowledge and discipline. പെഡഗോഗിയിൽ കംപ്ലീറ്റ് കൺട്രോൾ ഗോസ് ടു ടീച്ചേഴ്സ്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പ്ലാൻ ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം ടീച്ചേഴ്സ് ആണ്. എങ്ങനെ സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്യണം ഒരു കണ്ടന്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആൻഡ്രോഗോഗി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡൾട്ട് ലേണിംഗ് ആണ്. ഇവിടെ അഡൾട്ട് ലേണിംഗിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Learners will be very much self-directed and they will be responsible for their own learning. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലേണേഴ്സ് പഠിക്കും. ടീച്ചേഴ്സ് ജസ്റ്റ് ഒരു ഗൈഡ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു കൺട്രോളിംഗ് ആയിട്ട് നമ്മുടെ ഒരു കൺട്രോളർ ആയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യാവോ, ഇതേ പറ്റൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കില്ല. ടീച്ചേഴ്സ് വിൽ ബി എ ഗൈഡ്. ബാക്കി കാര്യങ്ങളെല്ലാം ലേൺ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് എക്സ്പീരിയൻസിൽ നിന്നും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നിന്നും ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇതെല്ലാമാണ് ഇവരുടെ എയിം. പ്രാക്ടിക്കലി എന്താ പറയാ, ആപ്ലിക്കേഷൻ വഴി പഠിക്കുക, അല്ലാതെ ജസ്റ്റ് ഒരുപാട് കണ്ടന്റ് വെറുതെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിന് പകരം റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ശരിയാണ്, ഹയർ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആൻഡ്രോഗോഗിക്കാണ് കേട്ടോ. പെഡഗോഗി എപ്പോഴും വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ് ഹ്യൂട്ടഗോഗിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ പറഞ്ഞു ലേണർ സെന്റേർഡ് ആണ്. ലേണേഴ്സ് ആസ്ക് ദെയർ ഓൺ ക്വസ്റ്റ്യൻസ്, ലേണർ ഇസ് നോൺ ലീനിയർ ആൻഡ് ഫ്ലെക്സിബിൾ. ഇവിടെ ലേണേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം കംപ്ലീറ്റ്ലി ലേണിംഗ് എന്ന് പറയുന്ന ലേണർ സെന്റേർഡ് ആണ്. ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് പ്രോബ് ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിൾ ആണ് കരിക്കുലം, ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല ലേണിംഗ് നടക്കുന്നത്. ഡീവിയേറ്റ് ചെയ്ത് പല 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 നോൺ ലീനിയർ ആയിട്ടുള്ള ലേണിംഗ് ഉണ്ടാവാം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. കൺസെപ്റ്റ്സ് ആർ പേഴ്സണലൈസ്ഡ് ആൻഡ് കോണ്ടെക്സ്ച്വലൈസ്ഡ്. അതായത് എന്താ പറയാ, കോണ്ടന്റ് ബേസ്ഡ് ആയിട്ട് അല്ലെ, നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഒരു പേഴ്സൺ എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് നടക്കുന്നത്. അസസ്മെന്റ്സ് ആർ ഓൾസോ കസ്റ്റമൈസ്ഡ്. ഓരോ കുട്ടിയുടെയും കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. സോ അവരുടെ ലേണിംഗ് സ്റ്റൈൽസ് വേറെ ആയിരിക്കും. സോ അസസ്മെന്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു കോമൺ അസസ്മെന്റ് നടന്നോളണം എന്നില്ല. കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തർക്കും വേണ്ട ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആയിരിക്കും നടത്തേണ്ടി വരിക. യൂസ് വേരിയസ് ലേണിംഗ് ടെക്നിക്സ്. ഒരുപാട് ഡിഫറെന്റ് ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഇവിടെ യൂസ് ചെയ്യേണ്ടി
വേണ്ടി വരും ഹ്യൂട്ടഗോഗി ആവുമ്പോൾ. ആ ഒരു ഓൾഡ് ട്രഡീഷൻ ഓഫ് ടീച്ചിങ് അല്ല, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും മുന്നിലിരിക്കുക. സോ അവരെ ടാക്കിൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇനഫ് ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ് വേണ്ടി വരും. കൊളാബറേറ്റ് ആക്ടിവിറ്റി, ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെ, എന്താ പറയാ, ഒരു ടീച്ചർ കുട്ടി ഉള്ള ഒരു പഠിത്തം അതിനെ മാറിയിട്ട് കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു കൊളാബറേറ്റീവ് ലേണിംഗും കൊണ്ടുവരാൻ സാധിക്കും ഹ്യൂട്ടഗോഗിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂട്ടഗോഗി ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ആൻഡ്രോഗോഗി. നമുക്കറിയാം ആ ഒരു ഷിഫ്റ്റ് അങ്ങനെയാണ് വരുന്നത്, പെഡഗോഗി ടു ആൻഡ്രോഗോഗി, അവിടുന്ന് ഹ്യൂട്ടഗോഗിയിലോട്ടുള്ള ആ ഒരു ഷിഫ്റ്റ്. Modern learners need more control and responsibility. Hutagogi supports independent, creative, and deep learning. It suits today's fast-changing, technology-driven world. ആ ഒരു പെഡഗോഗി എന്ന് പറയുന്നത് ഒരു ഓൾഡേൺ കൺസെപ്റ്റ് ആണ്, നമ്മുടെ പണ്ട് കാലത്ത് കണ്ടുവന്നിരുന്ന കൺസെപ്റ്റ് ആണ്. അതിൽ നിന്നും ഇപ്പത്തെ വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള ഒരു വേൾഡില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഹ്യൂട്ടഗോഗിക്ക് ഉണ്ട് കേട്ടോ. റെലവൻസ് ടു ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പോഴും ഹ്യൂട്ടഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഒരു സെൽഫ് ലേണിംഗും റിയൽ ലൈഫ് വേൾഡ് പ്രോബ്ലംസിനോട് മോർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് ആണ് വേണ്ടത്. ടെക്നോളജി ഹെൽപ്സ് ലേണേഴ്സ് അപ്ലൈ ആൻഡ് ഷെയർ നോളേജ്. ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് ഒരുപാട് എന്താ പറയാ യൂസ്ഫുൾ ആണ് അല്ലെ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് GPT എടുത്ത് ചോദിച്ചാൽ മെറ്റ AI ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അവർ ഒരുപാട് നോളേജ് ആണ് നമുക്ക് ഷെയർ ചെയ്യുന്നത് അല്ലെ. സ്റ്റുഡൻസ് ആർ മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് നീഡ് ഫ്ലെക്സിബിൾ മെത്തേഡ്സ്. കുട്ടികൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് ആണ് ഇപ്പൊ. മറ്റേ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ടീച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് ടീച്ചേഴ്സ് അല്ലാതെ തന്നെ വേരിയസ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്, ഏത് സമയവും ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മോർ ഇൻഡിപെൻഡന്റ് ആയി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് GPT അടുത്ത് ചോദിച്ചാൽ മതി, അപ്പൊ ടീച്ചർ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അല്ലെ. സോ കുട്ടികൾ മോർ ഇൻഡിപെൻഡന്റ് ആയി, ഒരുപാട് ഫ്ലെക്സിബിൾ മെത്തേഡ്സ് ആവശ്യമായിട്ട് വന്നു. Students can now choose what and how to learn based on their interest. ഓരോ കുട്ടികളുടെ താല്പര്യം വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നതും അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളൊക്കെ ആകുമ്പോൾ വേരിയസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ, കരാട്ടെ, റോളർ സ്കേറ്റിംഗ്, ചെസ്, റോബോട്ടിക്സ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പൊ കുട്ടികൾ ഒരു ആക്ടിവിറ്റിയാണ് കുട്ടികൾ ചൂസ് ചെയ്യുക. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ്ങിന്റെ ഒരു ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഹ്യൂട്ടഗോഗി. കുട്ടികളുടെ നീഡ് അനുസരിച്ചിട്ട് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഹ്യൂട്ടഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ ഉള്ളത് കേട്ടോ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പെഡഗോഗി, ആൻഡ്രോഗോഗി ആൻഡ് ഹ്യൂട്ടഗോഗി. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോഗി. എന്താണ് ഈ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്? ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ ട്രഡീഷണൽ ടീച്ചർ സ്റ്റുഡന്റ് പവർ സ്ട്രക്ചർ. അതായത് ഈ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണലി ഉള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ടല്ലോ, സ്റ്റുഡന്റ് ടീച്ചർ ആ ഒരു മെത്തേഡിനെ ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു അധിക്ഷേപമുള്ള പോലെയാണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വന്നത്. ഇറ്റ് എൻകറേജസ് ഈക്വൽ ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ സ്റ്റുഡൻസ്. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് പവർ ആൻഡ് കൺട്രോൾ ഇരിക്കുന്ന ടീച്ചറിന്റെ സൈഡിലാണ് അല്ലെ. കുട്ടികൾക്ക് അവിടെ വോയിസ് ഇല്ല, ടീച്ചേഴ്സ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. കുട്ടികൾ ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമാണ്, ലൈക്ക് അവര് കേൾവിക്കാർ മാത്രമാണ്. സോ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജനറേഷൻ ആവശ്യപ്പെടുന്നതും വേണ്ടതും എന്താണ്? ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ. ഗീവ് ആൻഡ് ടേക്ക്. ടീച്ചർക്കും കുട്ടിക്കും ഒരു ക്ലാസ് റൂമിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് വേണ്ടതും ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് കുട്ടികൾക്ക് താല്പര്യം. എയിംസ് ടു ബ്രിങ് സോഷ്യൽ ചേഞ്ച് ത്രൂ എഡ്യൂക്കേഷൻ. അതായത് ഒരു എഡ്യൂക്കേഷനിലൂടെ മൊത്തത്തിൽ ഒരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ ചേഞ്ച്, ആ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നും ഒരു ചേഞ്ച് ആണ് ക്രിട്ടിക്കൽ പെഡഗോഗി ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ട്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഇൻ റിയൽ ലൈഫ്. നമ്മുടെ 21st സെഞ്ചുറി സ്കിൽസ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതെല്ലാം ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും കൊളാബറേറ്റീവ് തിങ്കിങ്ങിനും കമ്മ്യൂണിക്കേഷനും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ആവശ്യപ്പെടുന്നതും ഇപ്പൊ നമുക്ക് വേണ്ടതും. സോ ഈ ക്രിട്ടിക്കൽ പെഡഗോഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രഡീഷണൽ മെത്തേഡിനെ കംപ്ലീറ്റ്ലി തുടച്ചു മാറ്റി ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ മെത്തേഡ് ആണ് ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്,
ഫോസ്റ്റർ ഇൻഡിപെൻഡന്റ് തിങ്കിങ് ത്രൂ ക്രിട്ടിക്കൽ പെഡഗോഗി. ഈ ക്രിട്ടിക്കൽ പെഡഗോഗിയിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്? ഓക്കെ, ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മാറുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, റീഡിങ് ഹെൽപ്സ് സ്റ്റുഡൻസ് എക്സ്പ്ലോർ ന്യൂ ഐഡിയാസ്, വ്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ത്രൂ വേരിയസ് ടെക്സ്റ്റ്. അതായത് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, അല്ലെങ്കിൽ അതൊരു സ്കിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് പുതിയ ഐഡിയാസ് കിട്ടാനും ഒരുപാട് ഡിഫറെന്റ് വ്യൂസ് ഉണ്ടാവാനും ഒരുപാട് ബുക്സ്, പല പെർസ്പെക്റ്റീവ് ഓഫ് ബുക്സ് ആയിരിക്കും. സോ റീഡിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വളരെ ബെനിഫിഷ്യൽ ആണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യനിങ്. അതായത് സ്റ്റുഡന്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ലേണിംഗ് മെറ്റീരിയൽസ് ടു ബിൽഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ അവനവന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് പവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യനുമായിട്ട് മുന്നോട്ട് വരും. ക്വസ്റ്റ്യനിങ് ഇൻസ്ട്രക്ടർ, ടീച്ചർ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു പുഷ് സ്റ്റുഡൻസ് ടു തിങ്ക് ഡീപ്ലി ആൻഡ് റെസ്പോണ്ട് വിത്ത് റീസൺസ്. കുട്ടികൾ മാത്രമല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വരിക, ടീച്ചേഴ്സ് കുട്ടികൾക്കും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും അല്ലെ. അവരെ ആ ഒരു കൺസെപ്റ്റില് വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും ആലോചിച്ച് ഉത്തരം പറയാനും എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്നുള്ള ആ ഒരു ക്രിട്ടിക്കൽ, ആ ഒരു ഡീപ്പ് തിങ്കിങ് വരാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിങ് വിൽ ബി ദെയർ ഫ്രം ടീച്ചേഴ്സ് സൈഡ് ഓൾസോ. ആർഗ്യുമെന്റേറ്റീവ് എസ്സേസ്, സ്റ്റുഡൻസ് പ്രസന്റ് ആൻഡ് ഡിഫെൻഡ് എ സൈഡ് ഓഫ് എൻ ആർഗ്യുമെന്റ്, ഹെൽപ്പിംഗ് ദം തിങ്ക് ക്രിട്ടിക്കലി. ഇത് എന്താന്ന് പറയുക, ഈ ഡിബേറ്റ്, ഇത്തരം എസ്സേസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികളെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാനും അതൊരുപാട് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാ തരത്തിലും അവരെ ഫോസ്റ്റർ ചെയ്യാനും സഹായിക്കും. ഡിബേറ്റ്സ്, സ്റ്റുഡൻസ് ആർഗ്യൂ ഫോർ or against a topic in groups, encouraging reasoning and deep thought. എന്താണെന്ന് അറിയാം, ഇത്തരം ഡിബൈറ്റ്സ് എല്ലാം നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പായി തിരിച്ച് കുട്ടികൾ തമ്മിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയും അല്ലെ. സോ ഒരാളുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല വേറൊരാളുടെ പെർസ്പെക്റ്റീവ്. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് പിന്നീട് ഒരു ഡീപ്പ് തിങ്കിങ് ചെയ്യാനും ഡീപ്പ് തോട്ട് ഉണ്ടാവാനും ആ ഒരു കാര്യത്തിൽ കൂടുതൽ എന്താ പറയാ ഇനീഷ്യേറ്റീവ് എടുക്കാനും ഒക്കെയുള്ള ഒരു കൺസെപ്റ്റ് വരും. സോ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്നത് ഓവറോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ ഫോസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. റീഡിങ്, ക്വസ്റ്റ്യനിങ്, ഡിബേറ്റ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം എൻഹാൻസ് ചെയ്യും ആ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും നമ്മൾ ക്രിട്ടിക്കൽ പെഡഗോഗിയിലോട്ട് മാറുമ്പോൾ. വാട്ട് ആർ ദ നീഡ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ? ഇനി ക്രിട്ടിക്കൽ പെഡഗോഗിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളെ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് മെത്തേഡിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ക്രിട്ടിക്കൽ പെഡഗോഗി എന്നുള്ളത് നോക്കാം. ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് എ ടീച്ചിങ് മെത്തേഡ് ദാറ്റ് ആസ്ക്സ് teachers and students to think deeply about societal rules and questions unfair system. ഇത്തരം ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് കുട്ടികളിൽ പല തരത്തിലുള്ള എന്താ പറയാ തിങ്കിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിൽ കൂടുതൽ തിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാപ്പബിലിറ്റി നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും. ഇറ്റ് എൻകറേജസ് ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു തിങ്ക് ക്രിട്ടിക്കലി, നോട്ട് ജസ്റ്റ് ആക്സെപ്റ്റ് തിങ്സ് ആസ് ദേ ആർ. എങ്ങനെയാണോ ഒരു കാര്യം അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഡീപ്പ് തിങ്കിങ്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളിലും ടീച്ചേഴ്സിലും എൻകറേജ് ചെയ്യൂ കേട്ടോ. ദിസ് മെത്തേഡ് ഹെൽപ്സ് ഫ്യൂച്ചർ ടീച്ചേഴ്സ് ചാലഞ്ച് ഇൻജസ്റ്റിസ്, അണ്ടർസ്റ്റാൻഡ് പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് സപ്പോർട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എല്ലാ തരത്തിലും ഒരു ചാലഞ്ചിങ് ആണ്. അതായത് ടീച്ചേഴ്സിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടീച്ചിങ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും എഡ്യൂക്കേഷനിൽ എത്രത്തോളം മാറ്റങ്ങൾ വരും, നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാനും ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോഗി ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സ് ആർ ടോട്ട് ടു ബി റിഫ്ലക്റ്റീവ്, ഓപ്പൺ മൈൻഡഡ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ഇൻ ദ ക്ലാസ് റൂം. എപ്പോഴും ഒരു
നമുക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടാവണം അല്ലെ. ടീച്ചേഴ്സിനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ തന്നെ റിഫ്ലക്ട് ചെയ്യണം, എന്തായിരുന്നു എന്റെ ഭാഗത്തുള്ള തെറ്റ്. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം ടീച്ചേഴ്സ്. അത് ക്ലാസ് റൂമിന്റെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ടീച്ചേഴ്സ്. സോ ഈ ക്രിട്ടിക്കൽ പെഡഗോഗി ടീച്ചേഴ്സിൽ ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റിഫ്ലക്ഷൻ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സിൽ പഠിപ്പിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ ഈ ബെനിഫിറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും ക്രിട്ടിക്കൽ പെഡഗോഗി. ഓക്കെ, പ്രസന്റ് ആൾട്ടർനേറ്റീവ് വ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അലൗ സ്റ്റുഡൻസ് ടു ഹിയർ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. കുട്ടികൾക്ക് പലതരത്തിലുള്ള വ്യൂ പോയിന്റ്സ് ആയിരിക്കും അല്ലെ, അതെല്ലാം കേൾക്കാൻ ടീച്ചേഴ്സിന് സാധിക്കും. അതിനെല്ലാം ടീച്ചേഴ്സ് ആ ഒരു വേദി കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം, അവർക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. എൻകറേജ് തിങ്കിങ് ആൻഡ് കമ്പയറിംഗ് ഐഡിയാസ്. കുട്ടികളുടെ തിങ്കിങ് കപ്പാസിറ്റീനും അവരുടെ പല തരത്തിലുള്ള ഐഡിയാസ് സജസ്റ്റ് ചെയ്യുമ്പോഴും അതിനെല്ലാം എൻകറേജ് ചെയ്യണം. ഹെൽപ് ദം ഡിസൈഡ് വിച്ച് വ്യൂ ദേ അഗ്രി വിത്ത് ആൻഡ് വൈ. അതായത് നമ്മള് കുട്ടികൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെ, നിങ്ങൾ ഇപ്പൊ 2 വ്യൂസ് പറയുകയാണെങ്കിൽ ഇതിൽ ഏതിനെയാണ് നിങ്ങൾ അഗ്രി ചെയ്യുന്നത്, എന്തുകൊണ്ട് അഗ്രി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും അവർക്ക് എന്തെങ്കിലും ഗൈഡൻസും സപ്പോർട്ടും എല്ലാം കൊടുക്കാനും എല്ലാം ടീച്ചേഴ്സിന് സാധിക്കണം. നെക്സ്റ്റ്, ചേഞ്ച് യുവർ അസസ്മെന്റ്സ്. ട്രഡീഷണൽ ടെസ്റ്റ് ആർ നോട്ട് ഇനഫ്. നമ്മുടെ ആ ഒരു ഓൾഡ് ട്രഡീഷണൽ മെത്തേഡ് അല്ലെ, ആ ഒരു ഓൾഡ് ട്രഡീഷണൽ ടെസ്റ്റിംഗ് മെത്തേഡ് ഒരിക്കലും ഇനഫ് അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലും. യൂസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും സിംപ്ലി ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാതെ വളരെ ഡിസ്ക്രൈബ് ചെയ്ത് കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുക്കുക. ലെറ്റ് സ്റ്റുഡൻസ് ഷോ ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഡിഫറെന്റ് വേസ്. അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് അറിയോ, ഈ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. കുട്ടികൾക്ക് പലതരത്തിൽ മനസ്സിലാക്കാനും പലതരത്തിൽ ചിന്തിക്കാനും കഴിയണമെങ്കിൽ ഒരു പ്രോബിംഗ് ക്വസ്റ്റ്യൻ, കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കണം. എൻകറേജ് പാർട്ടിസിപ്പേഷൻ. സ്റ്റുഡൻസ് ഷുഡ് ആക്റ്റീവ്ലി ടേക്ക് പാർട്ട് അല്ലെ. നമ്മൾ ക്ലാസ് റൂമിൽ എന്ത് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിലും, എന്ത് കമ്മ്യൂണിക്കേഷനോ എന്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുകയാണെങ്കിലും കുട്ടികളെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ടതും അതിനെ എൻകറേജ് ചെയ്യേണ്ടതും ടീച്ചേഴ്സിന്റെ റോളാണ്. ദേ മസ്റ്റ് ഷെയർ ഐഡിയാസ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ്. കുട്ടികൾ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും അവർക്ക് എന്താ പറയാ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനും എല്ലാം ഉള്ള ഒരു വേദി നമ്മൾ ടീച്ചേഴ്സ് ഒരുക്കി കൊടുക്കണം. ബിൽഡ്സ് എ ലേണിംഗ് എൻവയോൺമെന്റ് വേർ എവ്രിവൺ കോൺട്രിബ്യൂട്ട്സ്. എല്ലാ കുട്ടികളും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എല്ലാ കുട്ടികളെയും കേൾക്കുന്ന, എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്ന ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്ലാസ് റൂമിൽ ബിൽഡ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ഒരിക്കലും ഒരു ഇൻഡിവിജ്വലി നമ്മൾ ഓരോ കുട്ടിനെയും ഫോക്കസ് ചെയ്യാനല്ല, ലൈക്ക് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളോട് നമ്മൾ സംസാരിക്കുക അങ്ങനെയല്ല. എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻസൈഡ് ദ ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ, ഇന്ററാക്ഷൻ അനാലിസിസ്. വാട്ട് ഇസ് ഇന്ററാക്ഷൻ ആൻഡ് എന്താണ് ഈ ഒരു ഇന്ററാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടീച്ചിങ് ഇസ് എ 2-way പ്രോസസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 1-way പ്രോസസ് അല്ല. കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു 2-way മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ടേക്ക് പാർട്ട് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾ പഠിക്കുമ്പോഴും അവിടെ 2 സൈഡിൽ നിന്നും ഒരു കോപ്പറേഷനും 2 സൈഡിൽ നിന്നും പാർട്ടിസിപ്പേഷനും ഉണ്ട്. ഇന്ററാക്ഷൻ ഹെൽപ്സ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. നമ്മൾ ടീച്ചർ മാത്രം ഒരു ലെക്ചറിങ് മെത്തേഡ് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ നമ്മൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. അവരുടെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഈ കുട്ടിക്ക് കൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. സോ interaction is very important in teaching process. What is interaction analysis? നമ്മളൊരു ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടിയും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതാണ് ഇന്ററാക്ഷൻ അനാലിസിസ്. സ്റ്റഡിയിങ് ഹൗ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇന്ററാക്ട് ഇൻ ക്ലാസ്.
ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു കുട്ടിയും ടീച്ചറും ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ഇറ്റ് ചെക്സ് ഹൗ ദ ടീച്ചർ ഇൻഫ്ലുവൻസസ് സ്റ്റുഡൻസ് ആൻഡ് ഹൗ സ്റ്റുഡൻസ് റെസ്പോണ്ട്. എത്രത്തോളം ഒരു ടീച്ചർക്ക് കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളമാണ് ഒരു കുട്ടി ടീച്ചറുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ? ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്സ്. ഇങ്ങനത്തെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഒരു തേർഡ് പേഴ്സൺ ഇതിനെ നോട്ട് ചെയ്യുമ്പോൾ, നമുക്ക് നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ് എല്ലാ തരത്തിലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമുക്ക് ഫീഡ്ബാക്ക് അവരിൽ നിന്നും ലഭിക്കും, അല്ലെ? സോ ഇറ്റ് ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്സ്. A model shows how every student and teacher is linked through communication. Communication എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ഇൻസൈഡ് ദ ക്ലാസ് റൂം. ഒരു ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ, ഒരു കുട്ടിയും ഒരു ടീച്ചറും തമ്മിൽ മാത്രമല്ല, ടീച്ചറും ആ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻസും തമ്മിൽ ആ ഒരു ലിങ്കേജ് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ക്ലാസ് റൂം ഇന്ററാക്ഷൻ അനാലിസിസ്, ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡോക്ടർ SK താക്കൂർ ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ മെത്തേഡ് ടു റെക്കോർഡ് ഹൗ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇന്ററാക്ട് ഇൻ ദ ക്ലാസ് റൂം. എത്രത്തോളം ആ ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷൻ ടീച്ചറും കുട്ടിയും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ അനാലിസിസ്. ഇറ്റ് ലുക്സ് അറ്റ് ബോത്ത് വാട്ട് ഇസ് സെഡ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് സെഡ്. എങ്ങനെയാണ് ഒരു ടീച്ചർ കാര്യം റെപ്രസെന്റ് ചെയ്യുന്നത്, വെർബലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എന്ത് പറഞ്ഞു, എങ്ങനെ ടീച്ചർ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡിയിങ് ടീച്ചേഴ്സ് ബിഹേവിയർ ടു ഇംപ്രൂവ് ടീച്ചിങ്. ഈ ഒരു മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്താണെന്നറിയോ? നമുക്ക് എല്ലാ തരത്തിലും ആ ഒരു ടീച്ചർക്ക് ആ ടീച്ചറുടെ ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു ടീച്ചർ എങ്ങനെയാണ് കുട്ടിയോട് ബിഹേവ് ചെയ്യണേ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്? നമുക്ക് ക്ലാസ് റൂം ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം ഈ ടീച്ചറിന്റെ മെത്തേഡ്സ് ലേണിങ്ങിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുമല്ല, നമ്മൾ പറയുന്ന കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പയർ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റഡി ക്ലാസ് റൂം എൻവയോൺമെന്റ് ആൻഡ് ലേണിംഗ് ക്വാളിറ്റി. നമ്മുടെ ആ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണോ കുട്ടികൾക്ക് കിട്ടുന്നത്, ടീച്ചേഴ്സ് വളരെ പ്രോപ്പർ ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ററാക്ഷൻ അനാലിസിസിലൂടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ്, ഫ്ലാൻഡേഴ്സ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. നിങ്ങൾക്ക് essay ആയിട്ടോ ഷോർട്ട് essay ആയിട്ടോ എല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക് ആണ്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടോ. എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്? ഇറ്റ് ഈസ് എ ടൂൾ ടു വാച്ച് ആൻഡ് സ്റ്റഡി ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ബിഹേവിയർ ഇൻ ദ ക്ലാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ബിഹേവിയർ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ എന്നുള്ളത് കാണുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്. ഇതില് ഇറ്റ് ക്ലാസിഫൈസ് ഹൗ ബോത്ത് ടോക്ക് ആൻഡ് ഇന്ററാക്ട്. എങ്ങനെയാണ് ഒരു ടീച്ചർ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ടീച്ചറിന്റെ ബിഹേവിയർ എത്രത്തോളമാണ്, ടീച്ചറിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ടും ടീച്ചേഴ്സ് ടോക്ക് അതുപോലെ തന്നെ പ്യൂപ്പിൾ ടോക്ക് ആണ് വരുന്നത്. ടീച്ചേഴ്സ് ടോക്ക് എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ്സ് ദ ഫീലിംഗ്, അല്ലെ? അതായത് ക്ലാസ് റൂമിന്റെ അകത്ത് പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് എത്രത്തോളം ഒരു കുട്ടിന്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അത്. നെക്സ്റ്റ്, പ്രൈസസ് ഓർ എൻകറേജസ്. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു ടീച്ചർ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ടീച്ചേഴ്സ് മോട്ടിവേഷൻ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യും. ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് പ്യൂപ്പിൾസ്. അതായത് സ്റ്റുഡൻസിന്റെ വ്യൂസ് ആൻഡ് ഐഡിയാസ്, അവരുടെ സജഷൻസ് ടീച്ചർ കേൾക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടീച്ചേഴ്സ് ടോക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, പ്യൂപ്പിൾ ടോക്ക്. അതായത് ഒരു കുട്ടി സ്റ്റുഡന്റ് എങ്ങനെയാണ് ടീച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പ്യൂപ്പിൾ ടോക്കിൽ വരുന്നത്. സോ FIAC എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. പ്രധാനമായിട്ടും ടീച്ചറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവും കുട്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു റെസ്പോൺസും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സൈലൻസ് ഓർ കൺഫ്യൂഷൻ, നോ ടോക്കിംഗ് ഓർ അൺക്ലിയർ സിറ്റുവേഷൻ ഇൻ ക്ലാസ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു അൺക്ലിയർ ആയിട്ട്, ഒരു ക്ലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെ? ഒരു കംപ്ലീറ്റ് സൈലൻസ് ക്ലാസ്സിൽ ഉണ്ടോ എന്നുള്ള കാര്യം
നെക്സ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അതായത് ലെസൺസിനെ ബേസ് ചെയ്തിട്ട് ടീച്ചേഴ്സ് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ, കുട്ടികൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുന്നുണ്ടോ. നെക്സ്റ്റ് ലെക്ചറിങ്, ടീച്ചർ ഗീവ്സ് ഫാക്ട്സ് ഓർ എക്സ്പ്ലെയിൻ ടോപ്പിക്സ്, കറക്റ്റ് ആയിട്ട് ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഗിവിംഗ് ഡയറക്ഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള കമാൻഡ് ആൻഡ് ഡയറക്ഷൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ ടീച്ചേഴ്സ് എന്നുള്ളത് നോക്കാൻ സാധിക്കും. ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈങ് അതോറിറ്റി, അതായത് ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആസ് എ ടീച്ചർ അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ടീച്ചേഴ്സിന് അതിന്റെ എല്ലാം റിസൾട്ട് പ്രകാരം ഒരു 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 കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റും. എന്റെ ടീച്ചിങ് മെത്തേഡ് ഓക്കെ ആണോ, എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചർ ബിഹേവിയർ കൺസെപ്റ്റ്സ്, അതായത് ടീച്ചേഴ്സിന് ഡയറക്ട്ലിയും അതുപോലെ തന്നെ ഇൻഡയറക്ട്ലിയും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും അല്ലെ. സോ എന്താണ് ഈ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് നോക്കാം. അതായത് ടീച്ചേഴ്സ് സപ്പോർട്ട്സ് സ്റ്റുഡൻസ് ടു സ്പീക്ക് ആൻഡ് പാർട്ടിസിപ്പേറ്റ്, അതായത് കുട്ടികളെ സംസാരിക്കാനും ഏത് സിറ്റുവേഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. കാറ്റഗറി 1, ആക്സെപ്റ്റ് ഫീലിംഗ്, അതായത് ടീച്ചർ കുട്ടിയുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് കാറ്റഗറി 1. നെക്സ്റ്റ് വൺ, കറക്റ്റ് ആയിട്ട് ടീച്ചർ എൻകറേജ് ചെയ്യുന്നുണ്ടോ, കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, കുട്ടീനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാറ്റഗറി 2 എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്കിത് ആവശ്യമാണ് പിന്നീട്. നെക്സ്റ്റ് വൺ, കാറ്റഗറി 3, യൂസ് ഐഡിയാസ്, കുട്ടികൾ പറയുന്ന സജഷൻസ് ആൻഡ് ഐഡിയാസ് ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നെക്സ്റ്റ് കാറ്റഗറി 4 എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ്, ലെസൺസ് ബേസ്ഡ് ആയിക്കോട്ടെ പ്രോബ്ലം ബേസ്ഡ് ആയിക്കോട്ടെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ വരുന്ന 4 കാറ്റഗറീസ്, കാറ്റഗറി 1, 2, 3 ആൻഡ് 4. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്, അതായത് ടീച്ചർ കൺട്രോൾ സ്റ്റുഡൻസ് മോർ ആൻഡ് ലിമിറ്റ്സ് ദെയർ ടോക്ക്, കുട്ടികളെ സംസാരിക്കാൻ അനുവദിക്കാതെ എല്ലാ തരത്തിലും ഒരു കൺട്രോളിങ് ആയിട്ട് ടീച്ചർ നിൽക്കുക, ഒരു അൾട്ടിമേറ്റ് പവർ അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് കുട്ടികൾക്ക് അവരുടെ എക്സ്പ്രഷൻസോ ഒന്നും ഒപ്പീനിയൻസോ ഒന്നും പറയാൻ സാധിക്കാതെ കുട്ടികളെ ലിമിറ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന അതാണ് കാറ്റഗറി 5 ആയിട്ട് വരുന്ന ലെക്ചറിങ് അല്ലെ. കംപ്ലീറ്റ് പവർ ഗോസ് ടു ടീച്ചേഴ്സ്, നമ്മൾ ലെക്ചറിങ് ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല, കേട്ടുകൊണ്ടേയിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്, ഗീവ് ഡയറക്ഷൻസ്, എപ്പോഴും അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ, ടീച്ചേഴ്സ് ഡയറക്ട് ചെയ്തിട്ട് കുട്ടികളെ മൂവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് കാറ്റഗറി 6 എന്ന് പറയുന്നത്. കാറ്റഗറി 7, ക്രിട്ടിസൈസ് ചെയ്യുക, എന്ത് കാര്യം ചെയ്താലും അതിന് ജസ്റ്റിഫിക്കേഷൻ ചോദിക്കുക, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഇതെല്ലാം ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണ്. സോ കാറ്റഗറി 1 to 4 ഇൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ്, കാറ്റഗറി 5 to 7 ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണ് കേട്ടോ. സോ അത് ജസ്റ്റ് ആ ഒരു ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്ക് പിന്നീട് കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, ഈ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് നമ്മൾ പറഞ്ഞു, അതിന്റെ പ്രോസസ് എങ്ങനെയാന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണെന്നെല്ലാം പറഞ്ഞു അല്ലെ. സോ പ്രധാനമായിട്ടും FIEC-യിൽ 2 പ്രോസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എൻകോഡിംഗ് പ്രോസസ്, സെക്കൻഡ് വൺ ഡീകോഡിംഗ് പ്രോസസ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഡീകോഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ 2 കാര്യങ്ങളാണ് FIEC-യിൽ പ്രധാനമായിട്ടും നടക്കുന്നത്, എൻകോഡിംഗ് അതിനുശേഷം ഡീകോഡിംഗ്. ഓക്കെ, ഇനി എന്താണ് ഈ എൻകോഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്ലാസ്, ഒരു ക്ലാസ് റൂമിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യുക, ഫസ്റ്റ് വൺ. സെക്കൻഡ് സ്റ്റെപ്പ്, യൂസ് നമ്പേഴ്സ് 1 to 10 ടു ലേബൽ ഈച്ച് ആക്ഷൻ ഓർ സ്പീച്ച്. ടീച്ചറിന്റെ സൈഡിൽ നിന്ന് എന്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കോട്ടെ, എന്ത് ആക്ഷൻ ആയിക്കോട്ടെ, അതിനെയെല്ലാം 1 to 10 എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. Next, third step, record these numbers in pairs to prepare for decoding. So each and every second ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് നമ്പേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് നമുക്കത് ഡീകോഡ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, ഇഫ് എ ടീച്ചർ ഗീവ്സ് പ്രൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, കാറ്റഗറി നമ്മൾ 2 നമ്മൾ പറഞ്ഞു, കുട്ടീനെ പ്രൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോഡ് 2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് കോഡ് 4 ആയിട്ടാണ് നോട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഫോം ചെയ്തത് എന്താണ് കോഡ് 2-4 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. ആദ്യം പ്രൈസ് ചെയ്തു, പിന്നെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നെക്സ്റ്റ് ഇനി കുട്ടി അതിനൊരു ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് കോഡ് 8 ആയിട്ട്, സോ അടുത്ത കോഡായിട്ട് 8 വരും. റൈറ്റ് ഇൻ ദ നെക്സ്റ്റ് പെയർ ആസ്, അപ്പൊ ആദ്യം നമ്മള് കുട്ടീനെ പ്രൈസ് ചെയ്തു, അപ്പൊ അത് 2, ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ അത് 4, അപ്പൊ ആ ഒരു കോഡ് 2-4 ആയിട്ട് എൻകോഡ് ചെയ്തു. ശേഷം ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം കുട്ടി ഒരു ആൻസർ പറഞ്ഞു, അപ്പൊ അത് 4-8 ആയിട്ട് അതിനെ ഡീകോഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു കോഡിംഗ് സിസ്റ്റത്തിലൂടെയാണ് ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി എൻകോഡ് ചെയ്തു, ഇപ്പൊ ക്ലാസ് റൂമിലുള്ള എവറി സെക്കൻഡ്സിൽ നടന്ന കാര്യങ്ങളും ആക്ഷൻസും എല്ലാം എൻകോഡ് ചെയ്തു. ഇതിന് നമുക്ക് ഇനി എങ്ങനെ ഡീകോഡിങ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, വാച്ച് ദ ക്ലാസ് റൂം ആൻഡ് റെക്കോർഡ് ബിഹേവിയർ എവറി 3 സെക്കൻഡ്സ്. എവറി 3 സെക്കൻഡ്സ് കൂടുമ്പോൾ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളിലെയും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. 1 to 10 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യുക അതിനെ കാറ്റഗറി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനുശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെയർ ആയിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് രൂപത്തിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഒരു മെട്രിക്സ് എന്താ പറയാ, ഒരു 2 ബോക്സിന്റെ അകത്തായിട്ട് ഈ പെയേഴ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതി ഇതിനെ മാച്ച് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, helps understand how much the teacher or student talks. ഈ ഒരു ടൂളിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് സംഭവിക്കുമ്പോൾ എത്രത്തോളം ഒരു ടീച്ചർ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ട്, എത്രത്തോളം ഒരു കുട്ടി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഒരു പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ടിൽ നിന്നും നമുക്ക് അതിനെ എന്താ പറയാ, തിരിച്ചൊരു ബാക്ക് ടു അതിനൊരു പോസിറ്റീവ് വശം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഷോസ് ഇഫ് ദ ടീച്ചർ സപ്പോർട്ട്സ് ഓർ കൺട്രോൾസ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ. എത്രത്തോളം സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ടീച്ചർ കൺട്രോൾ ചെയ്യുന്നു, എത്രത്തോളം സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഈ ഒരു FIAC ടെക്നിക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇനി ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റിസൾട്ട്സ് ലഭിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, TTB, അതായത് ടോട്ടൽ ടീച്ചർ ബിഹേവിയർ, അല്ലെങ്കിൽ TTP, ടീച്ചർ ടോക്ക് പെർസെന്റേജ്. അതായത് ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ എത്രത്തോളം സമയം ഒരു ടീച്ചർ സംസാരിക്കുന്നു, അതാണ് ടീച്ചർ ടോക്ക് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആക്ഷൻസ്. ഇതില് ഈ ടീച്ചേഴ്സിന്റെ സംസാരം ഡയറക്റ്റ് രൂപത്തിലാവാം, ഇൻഡയറക്റ്റ് രൂപത്തിലും ആവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്നുള്ളത്. മേ ബി ഒരു പ്രൈസിങ് ആവാം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കാം, ഇതെല്ലാം. അപ്പൊ ഈ ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത് ഈ 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ് ഷോസ് ഹൗ മച്ച് ദ ടീച്ചർ ഡോമിനേറ്റഡ് ദ ക്ലാസ് റൂം ടോക്ക്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഇതിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കൂടുതലാണ് ഒരു ടീച്ചർ സംസാരിക്കുന്നത്, കുട്ടികൾക്ക് അവിടെ ചാൻസ് കൊടുക്കുന്ന കുറവാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കില്ലേ. ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓ ശരിയാണ്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്, അപ്പൊ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ കുറവാണ്, അതിന് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ദാറ്റ് ഇസ് ദ TTP എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടീച്ചർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓർ ടോക്ക് percentage. This shows the percentage of time the teacher supported or encouraged student. ഒരു ക്ലാസ് റൂം പ്രിൻസിസിൽ എത്രത്തോളം സമയം ഒരു ടീച്ചർ കുട്ടീനെ എൻകറേജ് ചെയ്യാനും ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നു എന്നുള്ള പെർസെന്റേജ് കാൽക്കുലേഷൻ ആണ് ഈ ടീച്ചർ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കുട്ടീനെ എന്താ പറയാ, നമ്മൾ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിന്റെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടിന്റെ ഐഡിയാസ് പറയുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാൻ, ഇതെല്ലാം എന്താ പറയാ കുട്ടീനെ എൻകറേജ് ചെയ്യുന്നതാണ് അല്ലെ. സോ ഈ കാര്യങ്ങൾ ഒരു സ്റ്റുഡന്റ് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ എത്രത്തോളം സമയം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പെർസെന്റേജ് കാൽക്കുലേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു നമ്മൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ പ്രൈസ് ചെയ്യാനും നമ്മളിവിടെ ഓൾറെഡി 4 കാറ്റഗറീസ് പറഞ്ഞു. ആക്സെപ്റ്റ് ഫീലിംഗ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ 1 to 4 കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ 10 കാറ്റഗറീസുമായിട്ട് ഡിവൈഡ് ചെയ്യും ഇൻറ്റു 100. അതൊരു കാൽക്കുലേഷൻ മെത്തേഡ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 54.38%. അപ്പൊ ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടീച്ചർ ക്ലാസ് ടൈമിൽ അറൌണ്ട് 54% ടൈമും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്തരം കാര്യങ്ങൾ ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ച് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മെഷർ ചെയ്യാനുമുള്ള ഒരു ടൂളാണ് ഈ FIACയിൽ വരുന്ന കാര്യങ്ങളെല്ലാം. സോ അത് നമുക്ക് ഇതിനൊക്കെ ഒരു റിഫ്ലക്ഷൻ ആണ്. ടീച്ചേഴ്സ് സൈഡിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ നടത്താൻ പറ്റും. എന്താണ് നമ്മുടെ മിസ്റ്റേക്ക്, അതിനെ എങ്ങനെ നമുക്ക് റിട്ടേൺ ബാക്ക് ചെയ്യാം എന്നുള്ളത് ഒരു കൺസെപ്റ്റ്, ഒരു റിഫ്ലക്ഷൻ അതിന് ലഭിക്കും കേട്ടോ നമുക്ക്. നെക്സ്റ്റ് വൺ DTT, ഡയറക്റ്റ് ടീച്ചർ ടോക്ക്. അതായത് ഇറ്റ് ഷോസ് ഹൗ മച്ച് ടൈം ദ ടീച്ചർ സ്പെൻഡ്സ് ഗിവിംഗ് ഇൻഫോർമേഷൻ ഓർ കമാൻഡ്സ്. ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ച് എത്രത്തോളം സമയം ഒരു ടീച്ചർ ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് DTT. നേരത്തെ പറഞ്ഞത് കുട്ടികളെ എൻകറേജ് ചെയ്യാൻ എത്രത്തോളം സമയം യൂസ് ചെയ്യണു എന്നുള്ളതായിരുന്നു. ഇത് ഇൻഫോർമേഷൻ നൽകാൻ എത്ര സമയം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമുല പ്രകാരം നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര സമയം അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഒരു ടീച്ചർ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, സൈലൻസ് ഓർ കൺഫ്യൂഷൻ. ഇൻ കേസ് ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ച് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു ടോക്കോ ഉണ്ടാവുന്നില്ലെങ്കിൽ എത്ര സമയമാണ് ഇത് സംഭവിക്കുന്നത്, എത്ര സമയം കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയി, അല്ലെങ്കിൽ എത്ര സമയം ഇവര് മിണ്ടാതിരുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർസെന്റേജ് ലഭിക്കും. നെക്സ്റ്റ്, കണ്ടന്റ് ക്രോസ് റേഷ്യോ. ഇറ്റ് ഷോസ് ഹൗ മച്ച് ദ ടീച്ചർ ഫോക്കസസ് ഓൺ ഗിവിംഗ് കോണ്ടന്റ്. അതായത് നമ്മള് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് എത്രത്തോളം നമ്മൾ സമയം എടുത്ത് പറഞ്ഞു, എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു, നമ്മുടെ ലെക്ചറിങ് എത്രത്തോളം നീണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ ആണ് CCR, കോണ്ടന്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റേ തരത്തിൽ ഒരു ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ആണ്. ക്ലാസ് റൂമിന്റെ അകത്ത് പല തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മെഷർ ചെയ്ത് വാല്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ഇതെല്ലാം ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു നോളജ് ലേണിംഗിനെ ഒരു നെക്സ്റ്റ് തലത്തിലോട്ട് മാറ്റാൻ സാധിക്കുന്ന മെത്തേഡ്സ് ആണ് ഈ ഫ്ലാൻഡേഴ്സിന്റെ മെത്തേഡ്സ് എല്ലാം കേട്ടോ. ഇതിനൊക്കെ ഒരു റിഫ്ലക്ഷൻ ടീച്ചേഴ്സിന് വരും. ഓക്കെ, നമുക്ക് എങ്ങനെ മെത്തേഡ്സ്, എന്റെ ടീച്ചിങ് മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഞാൻ വരുത്തണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലാൻഡേഴ്സ് സിസ്റ്റം? നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ ഈ ഒരു മെത്തേഡിലൂടെ. ഗീവ്സ് യൂസ്ഫുൾ ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ്. വളരെ കറക്റ്റ് ആണ്. ഈ ഒരു മെത്തേഡിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് ഫീഡ്ബാക്ക് ലഭിക്കും. എന്റെ വീക്ക് സൈഡ് എന്താണ്, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചേഴ്സിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദേ ക്യാൻ തിങ്ക് ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് ടു കം ബാക്ക്. നെക്സ്റ്റ്, ഹെൽപ്പ് ഒബ്സർവ് ടീച്ചർ ബിഹേവിയർ ഇൻ ക്ലാസ്. ടീച്ചേഴ്സ് എത്രത്തോളം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ക്ലാസ് റൂമിൽ എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഗുഡ് ഫോർ സ്റ്റഡിയിങ് ടീച്ചിങ് തിയറീസ്. ഈ ടീച്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ടായിരുന്നു അല്ലെ. ആ ഒരു സ്റ്റഡിക്കെല്ലാം ഈ ഒരു ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണ്. മെഷേഴ്സ് ക്ലാസ് റൂം ഇമോഷണൽ ക്ലൈമറ്റ്. ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, മേ ബി സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം, ഇമോഷണലി കുറച്ച് വീക്ക് ആക്കുന്ന കാര്യങ്ങളായിരിക്കാം, സാഡ് മൊമെന്റ്സ് ആയിരിക്കാം. ഇതെല്ലാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം ഫ്ലാൻഡേഴ്സ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ്? ഫസ്റ്റ് വൺ, മേക്കിംഗ് ദ മെട്രിക്സ് ടൈംസ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞു ഈ കോഡിംഗ് യൂസ് ചെയ്തിട്ട് അല്ലെ 2, 4, 4, 8. ഈ ഒരു കോഡിംഗ് സിസ്റ്റം, ഈ ഒരു മെട്രിക്സ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. നോട്ട് ഇനഫ് ഫോക്കസ് ഓൺ വാട്ട് സ്റ്റുഡൻസ് സേ. ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ FIACയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടെക്നിക്സ് എല്ലാം ടീച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു.
ടീച്ചേഴ്സ് എത്രത്തോളം സമയം എടുക്കുന്നു സംസാരിക്കാൻ, ടീച്ചേഴ്സ് എത്രത്തോളം സമയം കമാൻഡ് ചെയ്യാൻ എടുക്കുന്നു, ടീച്ചേഴ്സ് എത്രത്തോളം സമയം പ്രേസ് ചെയ്യാൻ എടുക്കുന്നു, ഫുള്ളി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ടീച്ചേഴ്സ് ടാസ്ക് ആയിരുന്നു അല്ലെ. കുട്ടികളുടെ സൈഡിൽ നിന്നുമുള്ള ഫോക്കസ് കുറച്ച് കുറവാണ് കേട്ടോ. നെക്സ്റ്റ്, ഒബ്സർവേഴ്സ് മസ്റ്റ് ബി ട്രെയിൻഡ്. ഇനി നമുക്കറിയാം ഇത്തരം മെട്രിക് സിസ്റ്റം എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒബ്സർവ് ചെയ്യുന്ന ആ തേർഡ് പേഴ്സൺ ഒരു കംപ്ലീറ്റ്ലി ട്രെയിൻഡ് പ്രൊഫഷണൽ ആയിരിക്കണം, ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. നെക്സ്റ്റ്, കോഡിംഗ് ഓർ ഡീകോഡിംഗ് ഈസ് ഹാർഡ് ആൻഡ് കോസ്റ്റ്ലി. ഈ കാര്യങ്ങളെല്ലാം ആദ്യം കോഡ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അതിനെ വീണ്ടും പ്രോസസ് ചെയ്ത് ഡീകോഡ് ചെയ്യുക എന്നുള്ളതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ്, കുറച്ച് ചെലവ് കൂടിയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് FIAC ടെക്നിക്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ചാൾസ് ഗാലോവേ സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്. പ്ലാൻഡേഴ്സ് പോലെ തന്നെ ചാൾസ് ഗാലോവേ കൺസെപ്റ്റ് എന്താന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. സോ വാട്ട് ഇറ്റ് സ്റ്റഡീസ് എന്താന്നുള്ളത് നോക്കാം. ഇറ്റ് ഒബ്സർവ്സ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ ഓഫ് ടീച്ചർ ഇൻ ക്ലാസ്. ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് ടീച്ചറിന്റെ വെർബൽ ലാംഗ്വേജ് എന്താണ്, അതായത് വെർബൽ എന്ന് പറയുമ്പോൾ സ്പോക്കൺ ലാംഗ്വേജ് എങ്ങനെയാണ്, നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതാണ് ചാൾസ് ഗാലോവേ സിസ്റ്റം. It checks how teachers talk, how students respond, and if there is silence or confusion. എങ്ങനെയാണ് ഒരു ടീച്ചർ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടി മറുപടി പറയുന്നത്, ക്ലാസ് റൂമിന്റെ അകത്ത് എത്രത്തോളം സൈലൻസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചെക്ക് ചെയ്യൂ കേട്ടോ. ഇനി വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മെഷർ ചെയ്യേണ്ടതും നോക്കേണ്ടതുമായിട്ടുള്ള കാര്യമുണ്ടോ, ഇതിന് എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കാം. ടീച്ചേഴ്സ് ഓൾസോ യൂസ് ബോഡി ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലെ. ശരിയാണ്, നമ്മൾ എപ്പോഴും ടീച്ചേഴ്സ് വെർബൽ ലാംഗ്വേജ് മാത്രമായിരിക്കില്ല, നോൺ വെർബൽ നമ്മൾ എന്താ പറയാ ഒരു ജെസ്റ്റേഴ്സിലൂടെ പല കാര്യങ്ങളും പറയും. മേ ബി ഒരു ചിരി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തുറിച്ചുനോട്ടമായിരിക്കാം, ഇതിലെല്ലാം ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദീസ് നോൺ വെർബൽ ആക്ഷൻ ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. എപ്പോഴും ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സംസാരം മാത്രമല്ല, നമ്മുടെ നോൺ വെർബൽ ജെസ്റ്റേഴ്സും കുട്ടികൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് പിടികിട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഹെൽപ്ഫുൾ ആണ്. ഇറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഹൗ എ ടീച്ചർ ബിഹേവ് ഇൻ ക്ലാസ്. ഒരു ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യുന്നത് ഓക്കെ എന്നുള്ളതിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് പിക്ചർ ഈ ഒരു ഒബ്സർവേഷനിലൂടെ നമുക്ക് ലഭിക്കും. സോ ഗാലോവേ സിസ്റ്റം ഓഫ് അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ടീച്ചേഴ്സിന് ഒരുപാട് ഇംപ്രൂവ്മെന്റ് അവരുടെ സൈഡിൽ നിന്നും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അനാലിസിസ് ആണ് കേട്ടോ. ഇനി വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ദ സിസ്റ്റം? ഫസ്റ്റ് വൺ, നോൺ വെർബൽ ബിഹേവിയർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ക്ലാസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സിസ്റ്റം പ്രകാരം നോൺ വെർബൽ ബിഹേവിയർ, അതായത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ, ജെസ്റ്റേഴ്സ്, ഇതെല്ലാം ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചേഴ്സ് കാൺട് ഓൾവേസ് സീ ദെയർ ഓൺ ബിഹേവിയർ, സോ ദേ നീഡ് ഫീഡ്ബാക്ക്. പിന്നെ ഇത്തരം ഒബ്സർവേഷൻസ് എല്ലാം ടീച്ചേഴ്സിന് എപ്പോഴും ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെ. നമ്മൾ എന്താ പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അത് വേറൊരു തേർഡ് പേഴ്സൺ അതിനെ ഒബ്സർവ് ചെയ്ത് നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പോൾ ശരിയാണല്ലോ, ഞാൻ അങ്ങനെ ചെയ്തു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു റിഫ്ലക്ഷൻ നമുക്ക് വരും. നോൺ വെർബൽ ആക്ഷൻ ക്യാൻ മോട്ടിവേറ്റ് ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻസ്. ഇത്തരം നോൺ വെർബൽ ആക്ഷൻസ് ഉണ്ടല്ലോ, കുട്ടികളെ സപ്പോർട്ട് ചെയ്യും, കുട്ടികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ സംഭവിക്കും. മേ ബി നമ്മുടെ ഒരു ചിരി ആയിരിക്കാം, അത് കുട്ടീനെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. Okay, next, what are the characteristics of this system? Give feedback to improve both talking and body language. Verbal കാര്യത്തിനെ കുറിച്ചിട്ടും നോൺ വെർബൽ ആക്ഷനെ കുറിച്ചിട്ടും ഒരു ഫീഡ്ബാക്ക് ഈ തേർഡ് പേഴ്സൺ നമുക്ക് തരൂ കേട്ടോ. എക്സ്പ്ലെയിൻസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ടീച്ചിങ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഫോക്കസസ് ഓൺ ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ബിഹേവിയർ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ 3 സിമ്പിൾ സ്റ്റെപ്സ് ഇൻ ദ സിസ്റ്റം? ഈ ഒരു സിസ്റ്റത്തില് ഫസ്റ്റ് വൺ, ക്ലാസ് റൂം ബിഹേവിയർ റെക്കോർഡ് ചെയ്യും ആദ്യം. നെക്സ്റ്റ് വൺ, റെക്കോർഡ് ചെയ്തതിന് ബേസ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. തേർഡ് വൺ, ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ടീച്ചറിന്റെ ബിഹേവിയർ എന്താന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു മെട്രിക്സ് അനാലിസിസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ ആദ്യം ക്ലാസ് റൂം ബിഹേവിയർ റെക്കോർഡ് ചെയ്യും, അതിനൊരു മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കി മാറ്റും. ആ മെട്രിക്സ് രൂപം അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടീച്ചറിന്റെ ബിഹേവിയർ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ്,
റെക്കോർഡിംഗ് ക്ലാസ് റൂം ഇവന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ ക്ലാസ് റൂമിന്റെ അകത്ത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിന് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് കൊണ്ടുവേണം ആ ഒരു വ്യക്തി ക്ലാസ് റൂമിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെക്കോർഡ്സ് ഈവൻസ് പ്രോപ്പർലി വിത്ത് കറക്റ്റ് ടൈം ഇന്റർവെൽസ്. കറക്റ്റ് ആയിട്ട് ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ. എവറി 3 seconds ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളും ആ ഒരു ഒബ്സർവർ നോട്ട് ചെയ്യണം. ഓക്കെ, ഇനി വാട്ട് ആർ ദ റൂൾസ് ഫോർ ഒബ്സർവർ? ഒബ്സർവർ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റൂൾസ്? ഫസ്റ്റ് വൺ, ഡോണ്ട് ലെറ്റ് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ എഫക്ട് ദ ഒബ്സർവേഷൻ. ആ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരിക്കും അല്ലെ, ഈ ടീച്ചർക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് പാടില്ല. അതൊരിക്കലും നമ്മുടെ ഒബ്സർവേഷനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, നോട്ട് ബോത്ത് സ്പോക്കൺ ആൻഡ് ബോഡി ആക്ഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെർബൽ ആൻഡ് നോൺ വെർബൽ ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ ടു റെക്കോർഡ് ക്ലാസ് റൂം ഇവന്റ്സ്. എങ്ങനെയാണ് ഈ ക്ലാസ് റൂം ഇവന്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന 3 seconds നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്യുക. ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റാസ് എല്ലാം എൻറ്റർ ചെയ്യുക. ആക്സെപ്റ്റ് സ്റ്റുഡൻസ് ഫീലിംഗ്, നോട്ട് ഇഫ് ടീച്ചർ ആക്സെപ്റ്റ് ഹൗ സ്റ്റുഡൻസ് ഫീൽ. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഡാറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്യുക. കറക്റ്റ് ആയിട്ട് കുട്ടികളുടെ ഫീലിങ്സ് ടീച്ചർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ടീച്ചറിന്റെ സൈഡിൽ നിന്ന് ഒരു മോട്ടിവേഷൻ, ഒരു എൻകറേജ്മെന്റ്, ഒരു പ്രൈസിങ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. കുട്ടികളുടെ സജഷൻസും ഐഡിയാസും എല്ലാം ടീച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ആസ്ക് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആയിട്ട് കോണ്ടന്റ് ബേസ്ഡ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ, കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്ലാസ് റൂം ഇവന്റിൽ ഫോക്കസ് ചെയ്യേണ്ടതും റെക്കോർഡ് ചെയ്യേണ്ടതും കേട്ടോ. നമ്മൾ ഇനി പറഞ്ഞു, പ്രധാനമായിട്ടും ഈ ഗാലോവേയിൽ 2 കാര്യങ്ങളാണ് നോട്ട് ചെയ്യുക, വെർബൽ കാര്യങ്ങളും നോൺ വെർബൽ കാര്യങ്ങളും അല്ലെ. സോ വെർബൽ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, കുട്ടികളുടെ ഐഡിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് വെർബൽ കാറ്റഗറിയിൽ വരുന്നത്. നോൺ വെർബൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ ആ ഒരു നമ്മുടെ കുട്ടികൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്ലാസ് റൂമിൽ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് ടോക്കിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേഷൻ ടീച്ചറിന്റെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ വെർബൽ ആയിട്ട് വരിക. അതൊരിക്കലും ടീച്ചറിന്റെ സംസാരത്തിൽ നിന്നും അല്ല, ബാക്കി ടീച്ചറിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും നോട്ട് ചെയ്യുന്ന സൈഡുകളാണ് കേട്ടോ ഇതെല്ലാം. സോ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗാലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ അനാലിസിസ്? നമ്മൾ പറഞ്ഞു, ഫീഡ്ബാക്ക് തരും അല്ലെ. ടീച്ചേഴ്സിന് എല്ലാം കൊണ്ടും ഒരു നല്ല ടെക്നിക്കാണിത്. ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ടീച്ചിങ് മെത്തഡോളജീസ് അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് എ റിലയബിൾ മെത്തേഡ്, ഇറ്റ്സ് പ്രോപ്പർ ആൻഡ് ട്രസ്റ്റ് വർത്തി വേ ടു സ്റ്റഡി ടീച്ചിങ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു കറക്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. നെക്സ്റ്റ്, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ടീച്ചർ മേ ആക്ട് ഡിഫറെന്റ്ലി വെൻ ദേ നോ ദേ ആർ ബീയിങ് റെക്കോർഡഡ്. നമ്മൾ എപ്പോഴും നമ്മളെ ഒരു തേർഡ് പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പ്രസന്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ വളരെ അടിപൊളിയായിട്ട് എടുക്കാൻ നോക്കും. മേ ബി ഓൾ ദ ടൈം അങ്ങനെ നടന്നോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാലുവേഷൻ നടക്കുന്ന സമയത്ത്, ഈ ഒരു റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് മേ ബി ടീച്ചർ കുറച്ച് വേറെ ഒരു ബിഹേവിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഹാർഡ് ടു മാർക്ക് നോൺ വെർബൽ ആക്ഷൻസ്, വളരെ കറക്റ്റ് ആണ്. വെർബൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതെങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ നോൺ വെർബൽ ആക്ഷൻ ഇല്ല, ടീച്ചറിന്റെ ബോഡി സ്റ്റൈൽ, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ. ടേക്സ് ടൈം, ഇറ്റ് ഇസ് സ്ലോ ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത്, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോട്ട് ചെയ്ത്, വെർബൽ കാര്യങ്ങളും നോൺ വെർബൽ കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്ത്, ഇതെല്ലാം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ച് സ്ലോ പ്രോസസ് ആണ്. പെട്ടെന്ന് തന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്രധാനമായിട്ടും ടീച്ചേഴ്സിന്റെ ഇന്ററാക്ഷൻ എത്രത്തോളം ആയിരിക്കണം, ടീച്ചേഴ്സ് എങ്ങനത്തെ ടെക്നിക്സ് ഒക്കെയാണ് ക്ലാസ് റൂമിൽ ഉണ്ടാവുക, ടീച്ചർ ടെക്നിക്സിന് നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം,
SSEM, what is Charles Galloway system, what is Flanders interaction analysis system. ഈ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ റെക്കോർഡിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഡീകോഡിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഇസ് പെഡഗോഗി, ആ ഒരു പെഡഗോഗി ടു ആൻഡ്രഗോഗി ടു ഹ്യൂട്ടഗോഗിയിലോട്ടുള്ള ഒരു എവല്യൂഷൻ എത്രത്തോളം ആയിരുന്നു, ടീച്ചേഴ്സ് കംപ്ലീറ്റ്ലി ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ആ ഒരു ഓൾഡ് ടെക്നിക്കിൽ നിന്നും ഒരു ലേണർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ന്യൂ ടെക്നിക്കിലേക്കുള്ള ഒരു മാറ്റം, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ അഡ്വാൻറ്റേജ് എത്രത്തോളമാണ്, കുറച്ചുകൂടി സെൽഫ് ഡിപ്പെൻഡന്റ് ആവും, സെൽഫ് മോട്ടിവേറ്റഡ് ആവും. ഈ കാര്യങ്ങളെല്ലാമാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇതാണ് ചാപ്റ്റർ 1. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫ്ലാൻഡേഴ്സ് അനാലിസിസ് ടെക്നിക്കും ഗാലോവേസിന്റെ ടെക്നിക്കും എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ പെഡഗോഗി ടു ഹ്യൂട്ടഗോഗിയിലോട്ടുള്ള ആ ഒരു ചേഞ്ച്, ആ ഒരു വ്യത്യാസം എന്താന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. So that's all about this chapter. I hope you understood. If any doubt is there, please feel free to contact. We will clarify it. Okay. So thank you so much.